പാലക്കാട് ജില്ലയിലാണുള്ളത്. പാലക്കാടിന്റെ കാറ്റടിച്ചിട്ടതേ ഒരു രക്ഷയില്ല. നോക്കിയേ, പാലക്കാടിന്റെ ആ ഹരിതാപയും പച്ചപ്പും തേടി ഇറങ്ങിയിട്ടുള്ളതാണ് ഇവിടെ നമ്മൾ വന്ന് നിൽക്കുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പാലക്കാടിന്റെ സ്വന്തം ഒരു സിനിമ ലൊക്കേഷനാണ്. ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള ലൊക്കേഷനാണ്. പക്ഷേ ഇവിടെ ആരുമില്ല. സിനിമ ലൊക്കേഷൻസ് മാത്രമായിട്ട് ഒരു ഒതുങ്ങിപ്പോയ ഒരു സ്ഥലമാണ്. പക്ഷേ ഈ സ്ഥലത്തിന് ഒരുപാട് രഹസ്യങ്ങളും കൂടെ പറയാനുണ്ട്. ആ രഹസ്യങ്ങൾ തേടിയിട്ടുള്ള ഒരു യാത്രയിലാണ്. നമ്മുടെ സിനിമക്കാർക്ക് ഒരു വിശ്വാസമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലൊക്കേഷനിൽ വന്നിട്ട് സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സിനിമ സൂപ്പർ ഹിറ്റ് ആവുത്രേ. അതിന് വേണ്ടി ഒരു സീനെങ്കിലും ഈ ലൊക്കേഷനിൽ വന്നിട്ട് ഷൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സിനിമക്കാരാണ്. അതിന് വേണ്ടി ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ വരെ അവർ ശ്രമിക്കാറുണ്ട്. നമ്മളുടെ ഹൃദയം, അതേപോലെ ഒരുപാട് സിനിമകളിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഏതാണ്ട് ഇവിടെയൊക്കെ ഇരുന്നിട്ടായിരിക്കും ആ ഹൃദയത്തിൽ ആ ഷോട്ട് നിങ്ങൾക്ക് ഏകദേശം സ്ഥലം മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. അല്ലെ സെബിനെ? നമ്മൾ ഒരുപാട് സിനിമയിൽ കണ്ടിട്ടുണ്ട്. ആ സിനിമയിലൊക്കെ ഇങ്ങനെ ഒരു ചരിത്രം അല്ലെങ്കിൽ ഈ ഒരു വിശ്വാസം അതിലുണ്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ കാണുന്നത് എന്താ അറിയോ ജിതവേ? നോക്കി നോക്ക്, നെല്ലിയാമ്പതി. നെല്ലിയാമ്പതി മലനിരകളുടെ താഴെയാണ് നമ്മളുള്ളത്. പാലക്കാടിന്റെ ഏകദേശം നെല്ലിയാമ്പതി നെന്മാറ ആ ഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. കൊല്ലങ്കോട് അല്ലേ? കൊല്ലങ്കോട് എടുത്തായിപ്പത് അല്ലേ ഏകദേശം? എല്ലാവർക്കും ഏകദേശം നമ്മൾ എവിടെ വന്ന് നിൽക്കുന്നതെന്ന് മനസ്സിലാവുണ്ടാവും. ഒന്ന് കമന്റ് ചെയ്തോളൂ നിങ്ങൾക്ക് ഈ സ്ഥലം മനസ്സിലായിട്ടുണ്ടെങ്കിൽ. ഇതേ കാണുന്ന സ്ഥലത്താണ് നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിറയെ പാറകള്, എന്താ ഭയങ്കര ബുദ്ധിമുട്ടാണ് നടക്കാനൊക്കെ അല്ലേ. ഇപ്പൊ ഞങ്ങള് വന്നത് ഏകദേശം ഒരു ജൂൺ ജൂലൈ മാസത്തിലാണ്. മഴക്കാലത്ത് വരും കേട്ടോ, കാരണം ക്ലൈമറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല വെയിലാണ് പാലക്കാടിൻ്റെ. പക്ഷെ മഴക്കാലത്ത് ആകുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റും. ഈ വെയിലത്ത് നമുക്ക് നടക്കണം എന്നുണ്ടെങ്കിൽ ചെറിയൊരു തണുത്ത കാറ്റെങ്കിലും വേണം. നോക്ക് അങ്ങോട്ട് നോക്കിയേ, ഒരു ഒറ്റയ്ക്കൊരു മരം നിൽക്കുന്നത്. എന്താടാ ഇത്? അരളി അല്ലെങ്കിൽ പാല എന്നൊക്കെ പറഞ്ഞ ആ മരമല്ലേ? പക്ഷെ ഈ പാറപ്പുറത്ത് ആ മരം അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു അത്ഭുതം തന്നെയാണ് അല്ലേ. അതിനൊരു ചരിത്രം ഉണ്ടാവും അല്ലേ? അത് ഒരുപാട് പഴക്കമുള്ള മരമാണ്, ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള മരമാണ്. വേറൊരു മരം ഇവിടെ ഉണ്ടാവുന്നില്ല. ആ മരം മാത്രം എന്തുകൊണ്ട് അവിടെ നിൽക്കുന്നു അത് മനസ്സിലാക്കുന്നുണ്ട്. അതിന്റെ പിന്നിലൊരു രഹസ്യമുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന്റെ ബാക്കിൽ കണ്ടില്ല ലൊക്കേഷൻ. ഇപ്പൊ ഏകദേശം ആൾക്ക് പിടിയിട്ടുണ്ടാവും അല്ലേ? ആൾക്കാർക്ക് മനസ്സിലാവുന്ന ലൊക്കേഷനാണ്. ഒരുപാട് സിനിമയിൽ, ഹൃദയത്തിൽ മാത്രമല്ല, നമ്മൾ കുഞ്ഞിരാമായണം, അതുപോലെ പഴയ സിനിമകളിലൊക്കെ ഈ ലൊക്കേഷൻ, മഹാശ്ചര്യം, ഒരുപാട് സിനിമകളിലുള്ള ലൊക്കേഷനാണ്. ആ ലൊക്കേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളെ തൊട്ട് പിറകിൽ ഒരു തറ കാണുന്നുണ്ട്, ഒരു കൽവിളക്ക് പോലത്തെ ഒരു സെറ്റപ്പ് കാണുന്നുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചത് കരിങ്കല്ലോണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുള്ള എന്തോ ആണെന്നാണ്. സംഭവം പ്ലൈവുഡ് ആട്ടോ. സിനിമക്കാർ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു സെറ്റപ്പാണ്. അപ്പോൾ മനസ്സിലാവും ഇപ്പോഴും സിനിമകളുടെ ഒരു ലൊക്കേഷനാണ്. പക്ഷേ വെറും ഒരു സിനിമ ലൊക്കേഷൻ മാത്രമല്ല, അത് 4000-ലധികം വർഷം പഴക്കമുള്ള ഒരു ചരിത്രമാണ്. ദേ ഇവിടെ ഉറങ്ങിക്കിടക്കുന്നത്. ഈ മരം അതിൻ്റെ സാക്ഷിയാണ്. ഇത്രയും പാറപ്പുറത്ത് ഈ മരം ഇങ്ങനെ നിൽക്കുന്നത് ഈ കുഴിയുണ്ടല്ലേ, ഈ കുഴിയുടെ ഒരു സപ്പോർട്ടോട് കൂടിയാണ്. ഈ കുഴിയിൽ മഴക്കാലത്ത് വന്ന് നിറയുന്ന വെള്ളവും അതിലുള്ള വളവും മണ്ണും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ആ മരം ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. ഇവിടെ ഒന്നല്ല, ഇതുപോലത്തെ ധാരാളം കുഴികൾ കാണാം. സെബിനെ ഇങ്ങോട്ട് നോക്കും, കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവാം. നോക്കിയാൽ നല്ല ആഴത്തിൽ ഒരു കുഴിയാണ്. രണ്ട് സൈഡിലും കരിങ്കല്ലിൻ്റെ ഭിത്തികൾ കാണാം. നല്ല വീതിയുള്ള ഭിത്തികളാണ്. പുല്ല് പിടിച്ച് കിടക്കുകയാണെങ്കിലും ഇത് എത്രയും നീളമുണ്ട്. ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് കാണാം. ശരിയാണ്. ഈ സ്ട്രക്ചർ നിനക്ക് എവിടെയെങ്കിലും ഓർമ്മ ഉണ്ടാ? ഇത് നമ്മൾ മുനിയറ എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ ട്രാവൽ ഗുനിയിൽ ഒരുപാട് തവണ ചെയ്തിട്ടുള്ള ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. ഡോൾമെനോയിഡ് എന്നൊക്കെയാണ് അത് ശാസ്ത്രീയമായി അറിയപ്പെടുന്നത്. മുനിയറ ഒരു 4000 വർഷങ്ങൾക്ക് മുന്നേ ശിലായുഗ കാലഘട്ടത്തിലുള്ള ഒരു നിർമ്മിതിയാണ്. നമ്മളുടെ ഈ ഒരു പാറയുടെ ചുറ്റിലും 17-19ഓളം ഇത്തരത്തിലുള്ള ഡോൾമിനോയിഡുകൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് തന്നെ ഇവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്നു അല്ലേ? അതല്ല അതിൻ്റെ കാരണം? അതെ, ഒരു വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലത്താണുള്ളത്. നമുക്ക് പിന്നെ ഇവിടെ ഒരു ക്ഷേത്രം കാണാനുണ്ട്. ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് കേട്ടോ. അത് കരുവോട്ട് വാമല എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത്. ബാലദണ്ഡായുധ പാണി ക്ഷേത്രം എന്നാണ് ഈ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ പേര്. അതായത് ഒരു ബാലനായിട്ടാണ്, ബാലരൂപത്തിലാണ് സുബ്രഹ്മണ്യൻ മൂർത്തിയായിട്ട് ഇവിടെ ഇരിക്കുന്നത്. ആ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഒരു തമിഴ്നാട് സ്റ്റൈൽ അല്ലേ? ശരിയാണ്. നമ്മളെ ഈ പാലക്കാട് ബോർഡറിലാണ്, തമിഴ്നാട്ടിലൊക്കെയാണ് ഇങ്ങനത്തെ ക്ഷേത്രങ്ങൾ നമ്മൾ കാണാറുള്ളത്. ഇത് ഇവിടെ തന്നെയുള്ള കരിങ്കല്ലൊക്കെ വെട്ടിയെടുത്തിട്ട് നല്ല മനോഹരമായിട്ട് വൃത്തിയായിട്ട്, അത് നമുക്ക് എന്ത് രസമാണ് ആ ക്ഷേത്രം. ഈ പാറപ്പുറത്ത് ഇങ്ങനെ ഒരു ക്ഷേത്രം കാണുമ്പോൾ നമുക്ക് ഒരു
പ്രത്യേക രസമുണ്ട്. ഒരു ആത്മീയമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇവിടെ, ആ ഒരു ഏകാന്തതയും ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഒരുപാട് പഴക്കം ഉണ്ടാവും കേട്ടോ ഈ ക്ഷേത്രത്തിന്. കാരണം ഏകദേശം 3000 വർഷം മുമ്പേ തന്നെ ഇവിടെ ഡോൾബിനോയിഡ്സും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ കണ്ടു. അപ്പൊ സ്വാഭാവികമായിട്ട് അന്ന് മുതലേ ഉള്ള ഒരു ആരാധനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാം. അത് ഇങ്ങനെ ആയില്ല സ്ട്രക്ചറും കാര്യങ്ങളും. അന്ന് സുബ്രഹ്മണ്യൻ ഒന്നും ആയിരിക്കില്ല പേര്, ഹിന്ദു ക്ഷേത്രമായിരിക്കണമെന്നില്ല. പിൽക്കാലത്ത് അതൊരു ഹൈന്ദവ ക്ഷേത്രമായി മാറിയതാവാം. ചരിത്രം ഒരുപാടുണ്ട്. നമുക്ക് ചരിത്രമൊക്കെ എഴുതപ്പെടുന്നതിന് മുന്നേ ഉള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. നല്ല മനോഹരമായിട്ട് നമുക്കിപ്പോൾ ഇതിവിടെ വൃത്തിയായിട്ട് ആരാധന സ്ഥിരമായിട്ട് നടക്കുന്നതാണ്. വൈകുന്നേരങ്ങളിലാണ് ആരാധന പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. എന്തായാലും ഇപ്പോൾ ഇത് അടഞ്ഞു കിടക്കുകയാണ്. സുബ്രഹ്മണ്യൻ്റെ ഒരു വേല് അവിടെ കാണാം. നമുക്ക് ഈ സൈഡിലേക്ക് കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ വേല് കാണാൻ പറ്റും. ഈ മുനിയറകളുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന് ഉറപ്പില്ല. എന്തായാലും ഇവിടെ ഇടുംബസ്വാമി, ശ്രീ ഇടുംബസ്വാമി എന്ന് എഴുതി വെച്ചിട്ടുള്ള ഒരു അറ കാണാം. അതില് ഒരു മൂർത്തിയുടെ രൂപമൊക്കെ ഉണ്ട്. കരിങ്കല്ലുകൊണ്ട് നല്ല ഭംഗിയിൽ അടച്ചു പൂട്ടി സൂക്ഷിച്ച് ആരാധിക്കുന്ന ഈ ഒരുപക്ഷെ ഈ ക്ഷേത്രം പണിത ആളാവാം, അല്ലെങ്കിൽ ഈ ഡോൾമെനോയിഡോൺ അത്രയും കാലം ഈ സ്വാമിയുടെ ചരിത്രം എത്തുമെന്ന് അറിയില്ല. അറിയുന്ന ആൾക്കാർ നമ്മളായിട്ടൊന്ന് പങ്കുവെക്കാം. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ നേരെ മുന്നിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ മറ്റൊരു മൂർത്തി കാണാം. അത് ദേവി വിഗ്രഹമാണ്. സുബ്രഹ്മണ്യൻ ഒരു ബാലരൂപത്തിലാണല്ലോ ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ മുന്നിൽ തന്നെ ദേവി ഉണ്ട്. സുബ്രഹ്മണ്യന്റെ ആ ബാലരൂപത്തിന് കാവല് പോലെ, ഒരു സംരക്ഷണം പോലെ ദേവിയുടെ മേൽനോട്ടത്തിൽ കൺവെട്ടത്ത് തന്നെയാണ് സുബ്രഹ്മണ്യൻ ഉള്ളത്. അവര് ദേവിയും മകനും ഇവിടെ ഈ പാറപ്പുറത്ത് സമാധാനമായിട്ട് ഇരിക്കുക കേട്ടോ. കാറ്റ് നമുക്ക് അസഹനീയം എന്നാണ് പറയാം. ഭയങ്കര കാറ്റാണ്. നീ ശ്രദ്ധിച്ച സെവിനെ ഇവിടെ ഒരുപാട് കാലുകൾ നാട്ടിയിട്ടുള്ളത് കാണാം. ഈ കോൺക്രീറ്റ് കൊണ്ട് കെട്ടിയിട്ടുള്ള ഈ ഒരു ഇതിന്റെ മുകളിൽ ഇരുമ്പിന്റെ കാലുകൾ പണ്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു പക്ഷെ ഒരു റൂഫ് കെട്ടിയിട്ടുണ്ടായിരിക്കും. അത് കാറ്റത്ത് പാറിപ്പോയതാണ്, ഒരു സംശയം വേണ്ട. അത്രയും ഹൈറ്റുള്ളൊരു സ്ഥലമാണ്. നല്ല കാറ്റുണ്ട്. ഈ കരിങ്കലിൻ്റെ നിർമ്മിതിയാണ് ഇവിടെ നിലനിൽക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇതേപോലത്തെ നമ്മുടെ വാട്ടർ അതോറിറ്റിൻ്റെ വലിയൊരു വാട്ടർ ടാങ്ക് ഉണ്ട്. അത് നല്ല ഹൈറ്റിൽ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഈ മലയുടെ മുകളിൽ നിന്ന് താഴേക്കൊക്കെ ജലസേചനത്തിന് വേണ്ടിയുള്ളതാണ്. പാലക്കാട് നമുക്കറിയാലോ, ആ വെള്ളത്തിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നെല്ലിയാമ്പതി മലനിരകൾ ഇങ്ങനെ ദൂരെ കാണാട്ടോ. അതൊരു വേറെ കാഴ്ച തന്നെയാണ്. ഈ മൺസൂൺ കാലഘട്ടത്തിലാണ് പാലക്കാടിലൂടെ നമ്മളിങ്ങനെ നടക്കേണ്ടത്. ആ ഒരു നെൽപ്പാടത്തിൻ്റെയൊക്കെ ഇടയിൽ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്ത് വന്നത്. അതിൻ്റെ മുകളിലൂടെ യാത്ര ചെയ്ത് വരുന്ന സമയത്ത് ഒരു പ്രത്യേക വൈബാണ്. മഴക്കാലത്ത് തന്നെ വേണം പാലക്കാടിലൂടെ നടക്കാൻ. അപ്പോഴാണ് നമുക്ക് ആ ഒരു യാത്ര ശരിക്കും ആസ്വദിക്കാൻ പറ്റുക. വെയിലുണ്ടെങ്കിലും ഈ തണുത്ത കാറ്റിങ്ങനെ അടിച്ചുകൊണ്ട് നിൽക്കണോണ്ട് വലിയ കുഴപ്പമില്ല. ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത് ശിവൻ്റേതെന്ന് തോന്നുന്ന ഒരു അറ അവിടെ കാണാം. അത് ആ ശിവലിംഗത്തിലുള്ള ആ ധാര പുറത്തേക്ക് ഒഴുകുന്ന ഓവുചാലാണ് അവിടെ കാണുന്നത്. അതേപോലെ പലതരത്തിലുള്ള മൂർത്തികൾ, ഒരുപക്ഷെ ഗണപതിയുടെ ആയിരിക്കാം, സുബ്രഹ്മണ്യൻ്റെ. ഇവരെല്ലാവരും അമ്മയും അച്ഛനും മക്കളും എല്ലാവരും വളരെ സമാധാനമായിട്ട് ഇവിടെ കഴിയുന്നൊരു സ്ഥലമാണ്. കരിങ്കല്ലുകൊണ്ട് തന്നെയാണ് മൊത്തം ക്ഷേത്രത്തിൻ്റെ പണി. ഇവിടെയൊക്കെ ധാരാളം കരിങ്കല്ലുള്ള ഒരു പ്രദേശം കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വർഷം മുന്നേ മനുഷ്യന്മാരും ഇവിടെ ആ മുനിയറുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ലൊക്കേഷൻ തിരഞ്ഞെടുത്തത്. വാസയോഗ്യമായിട്ടുള്ള സ്ഥലമായിരുന്നു പണ്ട് മുതലേ. കാരണം ഇതൊരു ഹൈറ്റ് ഉള്ള സ്ഥലമാകുമ്പോഴേ കാടായിരിക്കും, താഴെയൊക്കെ കാടായിരിക്കും. കാട്ടിൽ നിന്ന് വന്യമൃഗങ്ങൾ, ഈവൻ ആനയൊക്കെ ഉൾപ്പെടെയുള്ള മൃഗങ്ങളുടെ ആക്രമണം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ഹൈറ്റിലേക്ക് കയറി വന്നിട്ടുണ്ടാവുക. ഇനി ഇവിടെ ഒരു കാര്യം കൂടി കാണാല്ലേ? ഇവിടെ വേറെ ഒരു രഹസ്യം കൂടിയുണ്ട്. രഹസ്യങ്ങൾ കഴിയണില്ല. പാലക്കാടിന്റെ രഹസ്യങ്ങളാണ് പാമല മുഴുവനുള്ളത്. നമുക്ക് അതിലേക്ക് കടക്കാം. ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു രഹസ്യമാണ്. നമ്മൾ ആ ക്ഷേത്രത്തിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് കുറച്ച് ഇറങ്ങി വന്നിട്ട് ഈ പാറയുടെ ഇടുക്കിലേക്ക് വരുമ്പോൾ, താഴേക്ക് വരുമ്പോഴാണ് നമുക്ക് ഇനി കാണാനുള്ള ആ രഹസ്യമുള്ളത്. ഇത് ഐതിഹ്യങ്ങളാണ്. ഇത് എത്രത്തോളം ചരിത്രം അതിലുണ്ടെന്ന് നമുക്കറിയില്ല. ഇത് നമുക്ക് പറയാനുള്ളത്, ഹനുമാന്റെ ഒരു പാദം ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ഹനുമാനുമായിട്ട് പാലക്കാട് ധാരാളം ലൊക്കേഷൻസ് ഉണ്ട്. വീഴുമല, അനങ്ങാമല എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അതൊക്കെ ഹനുമാന്റെ ചരിത്രത്തിൽ ആ കഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുപോലെ ഹനുമാന്റെ പാദം ഈ പാറപ്പുറത്ത് പതിഞ്ഞിട്ടുണ്ട് എന്ന് ഇത് നമ്മൾ വെറുതെ തള്ളണല്ല കേട്ടോ, കാര്യം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഹനുമാൻ പാദം നിങ്ങൾ വായിച്ചു നോക്കാം. ഹനുമാന്റെ പാദം ഇവിടെ എവിടെയായിരിക്കും, എവിടെയാണ് ഞാൻ കാണുന്നില്ല. ഒരു ആരോ മാർക്ക് ഉണ്ടടാ. എടാ ഞാൻ കാറ്റടിച്ചിട്ട് വീഴുന്നിട്ടാ. ഹനുമാൻ പാദം എവിടെയാ? താഴേക്ക് ഇറങ്ങി വാ, ഇങ്ങോട്ട് വാ. നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അവിടെ ഒരു മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതില് വെള്ളം ഒഴുകി പോകുന്നുണ്ടല്ലോ. അതൊരു
കാൽപാദമാണ്. നമ്മൾ ഭീമന്റെ കാൽപാദം കണ്ടിട്ടുണ്ട് പല സ്ഥലത്ത്. ഇത് ഹനുമാന്റെ കാൽപാദമാണ്. ആടാ ശരിക്കും ഒരു വലിയ കാല് ഇവിടെ വെച്ച് കഴിഞ്ഞാല് അതേ ഷേപ്പ്. അടിപൊളിയല്ലേ? അവിടെ ഈ വിരലുകള് അതില് വെള്ളം ഉണ്ട് കേട്ടോ. ഓ, ഒരു പക്ഷെ ഇതൊരു ശുദ്ധജലത്തിന്റെ ഒരു സോഴ്സ് ആവാം. നമ്മൾ നേരത്തെ കണ്ടല്ലോ ഈ ഡോൾമിനോയിഡൊക്കെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ശുദ്ധജലം കിട്ടണം. ശുദ്ധജലം ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർക്ക് അത്രയും വർഷം മുന്നേ ഇവിടെ താമസിക്കാൻ പറ്റൂ. അപ്പം അത് ഒരു പക്ഷേ ഈ ഒരു ജലസ്രോതസ്സിൽ നിന്നാവും. ഇപ്പോൾ മഴവെള്ളം കെട്ടിക്കിടക്കുന്നതാണോ അല്ലെങ്കിൽ ഉറവയാണോ എന്നൊക്കെ ഉള്ളത് അത് പരിശോധിച്ചാലേ അറിയുള്ളൂ. ഇപ്പോൾ ഹനുമാന്റെ കാൽപാദം എന്ന രീതിയിലാണ് ഇതിപ്പോൾ ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അതപ്പോൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസം കൂടി ഇതിലുണ്ട്. അതും കാണാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടോ. അങ്ങനെ വാമലയിലെ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം കണ്ടു, ദേവിയെ കണ്ടു, നമ്മളുടെ ഡോൾമിനോയിഡ് കണ്ടു. ദൂരെ നെല്ലിയാമ്പതി മലനിരകൾ എല്ലാത്തിനോടും വിട പറഞ്ഞിട്ട് നമ്മൾ യാത്ര തുടരുകയാണ്. ട്രാവൽ കുനിയയിൽ ഇതേപോലുള്ള കാഴ്ചകൾ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്കും ഇതേപോലുള്ള സ്ഥലങ്ങൾ അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, സജസ്റ്റ് ചെയ്യുക. നമ്മൾ അവിടെയൊക്കെ വന്നിട്ട് വിഷ്വൽസ് എടുക്കുന്നതായിരിക്കും. സോ നമ്മളുടെ യാത്ര തുടരുകയാണ്. സ്റ്റേ ട്യൂൺ ടു ട്രാവൽ കുനിയ.